UDF അധികാരത്തിലെത്തിയാൽ പുതിയ ജില്ലകൾ ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് വേണം ഊഹിക്കാൻ. അതിന്റെ ചില ചർച്ചകളും ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തെപ്പറ്റി വിശദമായി വിവരിക്കാൻ സെൻട്രൽ ഡെസ്കിൽ നിന്നും കാവ്യ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നു. കാവ്യ, ഈ ചർച്ചകളെ പറ്റി പുറത്തു വരുന്ന വിവരങ്ങൾ സത്യമാണോ, അതോ ഇത് ഫേക്ക് ന്യൂസ് ആണോ? ഗോപിക, സംഭവം സത്യമാണ്. UDFൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് 2011 അധികാരത്തിലെത്തും മുൻപ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അന്നത് UDF മാനിഫെസ്റ്റോയിലും ഉൾപ്പെടുത്തിയിരുന്നു. 2016 അധികാരത്തിൽ നിന്ന് പുറത്തു പോകും മുൻപ് ഇതിന് തുടക്കമിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നു. ഏറെ അപര്യാപ്തതകളോടെയാണെങ്കിലും ഇന്ന് അവയൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ വിപ്ലവകരമായ പുതിയൊരു നടപടിയായിട്ടാണ് ഇതിനെ UDF കാണുന്നത്. ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ യുവ ബൗദ്ധിക മുഖമായ VT ബലറാമാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആശയങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മഞ്ചേരി കേന്ദ്രമാക്കി മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ഏറെ നാളായി മുസ്ലിം സംഘടനകൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇതിനു കൂടി ബലമേകുന്നതാണ് VT ബലറാമിന്റെ ആശയം. കേരളത്തിൽ പുതിയ 5 ജില്ലകൾക്ക് കൂടി സാധ്യതയുണ്ടെന്നാണ് ബലറാമിന്റെ അഭിപ്രായം. ഇപ്പോഴുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയ ജില്ല കൂടി ആകാമെന്നാണ് പഠനത്തിലൂടെ ഉരുത്തിരിഞ്ഞ ആശയമായി ബലറാം കുറിച്ചിരിക്കുന്നത്. കളക്ടറേറ്റിൽ നിന്നുള്ള സേവനങ്ങൾ നേടിയെടുക്കാൻ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ മലയോരങ്ങളിൽ താമസിക്കുന്നവർ ഇന്നേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഈ പുനഃക്രമീകരണം ഏറെ പ്രയോജനപ്പെടുമെന്നാണ് മലനാടുകളിൽ താമസിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത്. ഇതുപോലെ എറണാകുളം, തൃശൂർ ജില്ലകളുടെ ഭാഗം യോജിപ്പിച്ച് പുതിയൊരു ജില്ലയുണ്ടാക്കുന്നത് ഏറെ പ്രയോജനപ്രദമാണെന്നാണ് ബലറാമിന്റെ നിഗമനം. ഇത് ഈ നഗരങ്ങളിലെ ട്രാഫിക് തിരക്കിന് കുറച്ചൊരു ശമനം ഉണ്ടാക്കുമെന്നാണ് എറണാകുളം, തൃശൂർ മേഖലകളിലെ വാണിജ്യ രംഗത്തുള്ളവരുടെ അഭിപ്രായം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു പുതിയ ജില്ല കൂടി രൂപം കൊണ്ടാൽ 2 ജില്ലകളിലെയും മലയോര തീരദേശ ജനതയ്ക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് ഏറെ നാൾ മുൻപ് മുതലേ ഒരു അഭിപ്രായമുണ്ട്. കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ നാളായി ഭരണതലത്തിൽ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് VT ബലറാം തന്റെ FB പേജിലൂടെ ഈ അഭിപ്രായം പങ്കുവച്ചത്. ഇതിന് വിവിധ തലങ്ങളിൽ നിന്ന് അനുകൂല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ബലറാം തന്റെ അഭിപ്രായത്തിൽ ഇടുക്കി ജില്ലയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഒരു മലയുടെ 4 ചെരുവുകളിലായി രൂപം കൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. 4 ഭാഗത്തുമുള്ളവർ പൈനാവിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കളങ്കമാണ്. പുനർക്രമീകരണത്തിൽ ഇടുക്കി ജില്ല കൂടി ഉൾപ്പെടുന്നതിനിടയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്താണെങ്കിലും VT ബലറാമിന്റെ അഭിപ്രായം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് ബലറാം ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് UDFലും ചർച്ചാ വിവാദത്തിനുള്ള വിത്തുകൾ വിതറിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പുതിയ ജില്ലകളെ കുറിച്ച് പഠിക്കാൻ ബലറാം, CP ജോൺ, MK മുനീർ എന്നിവരടങ്ങിയ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തൂ. ബലറാം തന്റെ അഭിപ്രായത്തിൽ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ചിലരെങ്കിലും കരുതുന്നത്. കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും 5 ജില്ലകൾ പുതിയതായി രൂപീകരിക്കാനാകില്ല. കടം കയറി മുടിഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഒരു ജില്ല രൂപീകരിക്കാനുള്ള സാമ്പത്തിക സാഹചര്യമില്ലെന്നുള്ളതാണ് സത്യം. ഏതു ഗവൺമെന്റ് ആണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് അപ്രായോഗികമാണ്. ഇത് ബലറാമിനും അറിയാം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പും. പൊതുവായി 5 ജില്ലകൾ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബലറാം പുതിയൊരു ജില്ല മാത്രമാണ് ഉന്നമിട്ടിരിക്കുന്നതെന്നാണ് മറ്റു ചിലർ പറയുന്നത്. മലപ്പുറം ജില്ലയുടെ വിഭജനം മുൻപേ ആവശ്യപ്പെടുന്നതാണ്. മലപ്പുറം, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പുതിയൊരു ജില്ലയാണ് ബലറാമും ഉന്നമിടുന്നത്. SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളാണ് ഈ ആവശ്യം ആദ്യം ഉന്നയിച്ചത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിച്ചാൽ ഈ കക്ഷികൾക്ക് വഴങ്ങിയെന്ന ആക്ഷേപം ഉയരും. മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് UDF കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപത്തിന് ആക്കം കൂട്ടാൻ ഇതുതകും. അത് BJP വളരെ ഉച്ചത്തിലും ശക്തിയിലും ഉന്നയിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFും അതിനൊപ്പം കൂടും. ഇതൊഴിവാക്കാനാണ് ജില്ല പുനഃക്രമീകരണം എന്ന ആശയം വെച്ചിരിക്കുന്നത്. UDF ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ പുതിയ ജില്ലയ്ക്ക് വേണ്ടിയുള്ള മുറവിളി മുസ്ലിം സംഘടനകൾ ഉയർത്തും. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്റെ ആക്ഷേപം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അന്തരീക്ഷത്തിലുണ്ട്. മുസ്ലിം ജനവിഭാഗം ഒന്നാകെ UDFന്റെ പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിച്ചാൽ UDF തീവ്രവാദികൾക്ക് വഴങ്ങിയെന്ന ആക്ഷേപം ഉയരാനും അതൊരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുമുള്ള സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ബലറാം ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നതെന്നാണ് അറിവ്.
ബാക്കി കാര്യങ്ങൾ വരും കാലത്തിലേ അറിയാനാകൂ ഗോപിക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.